Hallelujah, praise God. ഒരു വലിയ മാധുര്യമേറിയ ഒരു സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞാൻ അനുഭവിക്കുന്നു. There's a sweet presence in this place. And I know it's the presence of the Holy Spirit. Holy Spirit, thou art welcome in this place. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. Holy Spirit, thou art welcome in this place. Holy Spirit, thou art welcome in this place. Omnipotent Father, full of mercy and grace, thou art welcome in this place. Holy Spirit, ആരണ്ട് കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ച്. Oh yes, we just welcome you, Holy God. We welcome you, Holy Spirit. We just love you. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആദരിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് പറ്റുകയില്ല. We need you, Holy Spirit. Oh yes, Father, full of mercy and grace, thou art welcome in this place. thou art welcome in this place. നീരവേ, Jesus, നീ വാരുമേ, നീരവേ, നീ വേണ്ടുമേ, നീരവേ, നീ പോതുമേ, ആവിയാനവരേ. Amen. ആ കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം. Praise God, praise God, praise God. നമ്മുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ അഭിഷേകം. ഈശോപ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 27-ാം വാക്യം. Hallelujah. എന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. Amen. Isaiah chapter 10 verse 27. And it shall come to pass the day that his burden shall be taken away from off thy shoulder, and his yoke from off thy neck, and the yoke shall be destroyed. അന്നാളിൽ അവന്റെ ചുമട്, അന്നാളിൽ അവന്റെ ചുമട്, അന്നാളിൽ അവന്റെ ചുമട്. ഹല്ലേലൂയ. ഇന്ന് നമുക്കൊന്ന് പറയാം, ഇന്ന് അവന്റെ ചുമട്, പൈശാചിക ചുമടുകൾ നിന്റെ തോളിൽ നിന്നും, ഇന്ന് നിന്റെ തോളിൽ നിന്ന്. ഒന്ന് നോക്കി പ്രവചിച്ച്, പരിശുദ്ധാത്മാവ് എല്ലാ നുഖങ്ങളെയും എല്ലാ ഭാരങ്ങളെയും, അവന്റെ നുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുഖം തകർന്നു, അഭിഷേകം നിമിത്തം, പരിശുദ്ധാത്മ സാന്നിധ്യ നിമിത്തം, ദൈവ ശക്തി നിമിത്തം. Come on, somebody needs to receive it. The anointing is on in this place. ചില സൃഷ്ടിക്കുന്ന ദൈവ പ്രവർത്തികൾ എപ്പോഴും ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മധ്യത്തിലുണ്ട്, സാന്നിധ്യം മധ്യത്തിലുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ നുഖങ്ങളെ തകർക്കുവാൻ, അത് ഏത് തരത്തിലുള്ള പൈശാചിക നുഖമാണെങ്കിലും, it doesn't matter whatever yoke it is, it's coming down in the name of Jesus. ഒന്ന് വിശ്വസിച്ച ആ കരങ്ങൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ വിശ്വാസത്തെ ഒന്ന് ചലിപ്പിച്ച്. The anointing is on. ബെഥസ്ദ കുളക്കരയിൽ ദൂതൻ വന്നു, കുളം കലങ്ങി. അപ്പോൾ ഒന്ന് തിരിച്ചറിഞ്ഞാൽ, the anointing is on. The anointing is on. The yoke of wrecking anointing is on. Today something is happening. നാളുകളായി, വർഷങ്ങളായി നിങ്ങൾ ചുമക്കുന്ന ആ നുഖങ്ങൾ, ആ ഭാരങ്ങൾ, that burden, that yoke is coming down in the name of Jesus. കുളം കലങ്ങിയിരിക്കുക. ഒരു ദൈവദാസന്റെ, ഒരു പ്രവാചകന്റെ, ഒരു അഭിഷേകത്തിന്റെ ഉത്തരവാദിത്തമാണ് ദൈവം ചെയ്യുന്നത് വിളിച്ചു പറയുക. അവൻ ദൈവത്തിന്റെ വായ. The anointing is on. ആ ദൈവ പ്രവൃത്തിയുടെ ആ കുളം കലങ്ങിയിരിക്കുക, അഭിഷേകം തുറന്നിരിക്കുക. ഞാൻ വീണ്ടും കേൾക്കുന്നു, ആ കുളത്തിലേക്ക് എടുത്തു ചാടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ സാന്നിധ്യത്തിലേക്ക്, ആ ദൈവ പ്രവൃത്തി, somebody is going to make a history. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർക്കുവാൻ ആ മുഖം തകർന്നു. Hallelujah. പൈശാചിക നുഖങ്ങൾ തകരുകയാണ്. പാപത്തിന്റെ ആസക്തികളുടെ കെട്ടുകൾ തകരുകയാണ്. രോഗത്തിന്റെ നുഖങ്ങൾ, കെട്ടുകൾ, ചുമടുകൾ, അഭിഷേകം നിമിത്തം, പുഷ്ടി നിമിത്തം ആ മുഖം മാറുമെന്നല്ല, തകരും. It's a destroy. Today, the yoke
is being destroyed. ആ രോഗത്തിന്റെ നുകം തകരുകയാണ്. ആ മാനസിക രോഗത്തിന്റെ നുകം തകരുകയാണ്. ഓൺലൈനിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെ, this is your moment for your miracle. It's a miracle moment. It's a miracle moment. It's a miracle moment. Miracles now in the name. ഇല്ലാത്തത് സൃഷ്ടിക്കപ്പെടുന്ന ഒരു നിമിഷമാണ്. This is an atmosphere of the unusual and the extraordinary. Miracles now. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. മൈഗ്രെയിനുകൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഈ ശരീരം ഞാൻ ജനിച്ചു വീണ സമയം തൊട്ട് സ്തോത്രം ഹല്ലേലൂയ രോഗത്തിന്റെ ഒരു കൂടാരമായിരുന്നു. രോഗത്തിന്റെ ഒരു കൂടാരം. അലർജികൾ, റെസ്പിറേറ്ററി ഇൻഫെക്ഷനുകൾ, ശരീരത്തിന്റെ അവസ്ഥകൾ, മൈഗ്രെയിൻ പറയണ്ട. ഹല്ലേലൂയ. Praise be to God. Today I'm a witness. I'm a witness. I'm a witness of his healing. യേശു സൗഖ്യമാക്കുവാൻ പോകുമെന്നല്ല, അവന്റെ സൗഖ്യത്തെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. ഞാൻ മാസങ്ങൾ വർഷങ്ങൾ മൈഗ്രെയിന് വേണ്ടി മരുന്നുകൾ കഴിച്ചൊരു വ്യക്തിയാണ്. ആ മരുന്നില്ലെങ്കിൽ മൈഗ്രെയിൻ വന്നാൽ ഭയങ്കരമായി തല പൊട്ടിപ്പോകുന്ന വേദനകൾ. ഹല്ലേലൂയ. രോഗത്തിന്റെ കൂടാരങ്ങളായ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, രോഗനുകം ചുമക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേലും നിങ്ങളുടെ മക്കളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും നുകം തകരുക. അഭിഷേകം, അഭിഷേകം, ദൈവ സാന്നിധ്യം. I know there is a sweet presence. Oh yes. സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറന്നു വരികയാണ്. ഇല്ലാത്തടത്ത് ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കുകയാണ്. ഇന്ന് ആ വഴിയില്ല, പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദം, ഇല്ലാത്തടത്ത് നിനക്ക് വേണ്ടി ദൈവം പാതകളെ, ഹൈവേ അവിടെ ഇല്ല, ഒരു ചെറിയ വഴി പോലും ഇല്ല. പക്ഷെ എന്റെ ദൈവം ആണെന്ന് അറിയാമോ? വഴിയില്ലാത്തടത്ത് ഒരു ചെറിയ വഴി തുറക്കുന്നവനല്ല, വഴിയില്ലാത്തടത്ത് ഒരു പെരുവഴി തുറക്കും. He is a God who opens a highway. Hallelujah. ആർത്രൈറ്റിസുകൾ കർത്താവിന്റെ നാമത്തിൽ മാറട്ടെ. ഡയബറ്റീസിന്റെ രോഗം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പ്രഷർ സംബന്ധമായ രോഗങ്ങൾ കർത്താവിന്റെ നാമത്തിൽ മുറിയട്ടെ. ഈ ദാരിദ്ര്യം നിങ്ങളുടെ മേൽ വാഴുകയില്ല. ഇല്ലായ്മകളും ദാരിദ്ര്യവും സാമ്പത്തികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും coming down in the name of Jesus. എന്റെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി. അതെ, നിന്നെ വാരിക്കോരി അനുഗ്രഹിക്കുന്ന, നീ നിന്റെ സ്വന്തത്തിനും നിന്റെ സുഖത്തിനും വേണ്ടി ജീവിക്കുവാനല്ല, നിന്നെ ദൈവത്തിന് ട്രസ്റ്റ് ചെയ്യുവാൻ കഴിയുമോ? നിന്നെ ദൈവത്തിന് വിശ്വസിക്കുവാൻ കഴിയുമോ? എബ്രഹാമിനെ ദൈവത്തിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ദൈവം എബ്രഹാമിനെ ആ ദേശത്തെ ഏറ്റവും സമ്പന്നനാക്കി. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പ്രവചിക്കുന്നു, ALSC സഭയിൽ നിങ്ങൾ ദേശത്തിലെ സമ്പന്നന്മാരുടെ ആ ലിസ്റ്റ്, ഹല്ലേലൂയ, പണം കൊണ്ട് മാത്രമല്ല, നിങ്ങൾക്കുണ്ടാകുന്ന പ്രോപ്പർട്ടി കൊണ്ട് മാത്രമല്ല, നിങ്ങളെ ദൈവത്തിന് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്. സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ തന്ന് അതിലൂടെ ദൈവരാജ്യത്തെ, സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ, മറ്റൊരു വ്യക്തിയുടെ കണ്ണുനീര് തുടച്ചു കളയുവാൻ, മറ്റുള്ളവരുടെ ആവശ്യത്തെ നിവർത്തിക്കുവാൻ, പഠിക്കുവാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് നിങ്ങളൊരു മുഖാന്തരമായി തീരുവാൻ, നല്ല ഭവനങ്ങളിൽ താമസിക്കുവാൻ, ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് കെട്ടിടങ്ങൾ കെട്ടിക്കൊടുക്കുവാൻ, ഇത് വലിയ വലിയ കോടീശ്വരന്മാർക്കും മില്യനേഴ്സിനും മാത്രം ചെയ്യുവാൻ കഴിയുമെന്ന് നാം ചിന്തിക്കുന്നത് പലതും നിങ്ങൾ എന്നോടുകൂടെ വിശ്വസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ. Today I want to bless you, church. I want to bless you. I want to bless you in the name of the Father, Son and the Holy Spirit. നമ്മുടെ ദൈവം ആരാണ്? തലമുറകളുടെ ദൈവമാണ്. He is the God of Abraham. എബ്രഹാം ഭൂമിയിൽ സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. എബ്രഹാമിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഇസഹാക്ക്, ക്ഷാമകാലത്തും ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അവൻ വിതച്ചതിന് 5% അല്ല, 10% അല്ല, 100%, 100 മേനി കൊടുത്ത്. That's what your Bible says. 100 മേനി കൊടുത്ത് ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, അവനെ അഭിവൃദ്ധിപ്പെടുത്തി. I don't know about you, but I believe. Amen. My God is a God who blesses. My God is a God who prospers. അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്, അഭിവൃദ്ധി വരുത്തുന്ന ഒരു ദൈവമാണ്, നമ്മെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ, ഉയർത്തുമ്പോൾ, മാനിക്കുമ്പോൾ, നമുക്ക് അഭിവൃദ്ധി നൽകുമ്പോൾ, നമ്മളെ പ്രോസ്പെരിറ്റി നമുക്ക് നൽകുമ്പോൾ, അത് നമ്മുടെ സ്വയ കേന്ദ്രിതമായ ഒരു ജീവിതത്തിന്, വലിയ മോടി പിടിക്കുന്ന കെട്ടിടങ്ങളെ പണിഞ്ഞ് ആവശ്യത്തിനധികമായി നമ്മുടെ സ്വയ സുഖ സൗകര്യത്തിന് വേണ്ടി ചെലവാക്കുന്ന അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അല്ല. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ ARCയുടെ പണിക്ക് വേണ്ടി പാസ്റ്റർ ഒത്തിരി കഥകൾ മുട്ടി, ദൈവത്തിന്റെ കഥകൾ മുട്ടി. അപ്പോൾ തന്നെ പൗലോസ് യെരുശലേം സഭയുടെ ആവശ്യം കണ്ട് മക്കദോനിയ സഭയെ മുട്ടിയതുപോലെ, കൊരിന്തിയ സഭയെ പ്രോത്സാഹിപ്പിച്ചതുപോലെ, അയ്യോ പാസ്റ്റർ ആരോടൊന്നും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ഭവനം പണിതെടുക്കുവാൻ, അതുകൊണ്ട് തന്നെ എന്റെ ഉള്ളിൽ അസാധാരണമായ ഒരു വിശ്വാസം, അസാധാരണമായ ഒരു എരിവ്, അതെനിക്കും എന്റെ മക്കൾക്ക്. We will never lack.
Yes. We will never lack. Amen. Hallelujah. ARCയുടെ പണി അത് ഒരു ചെറിയ കാര്യമാണ്. പക്ഷെ ലോകരാജ്യങ്ങളെ ഫണ്ട് ചെയ്യുവാൻ, ലോകരാജ്യങ്ങളിൽ കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തെ ഘോഷിക്കുവാൻ, അനേക ക്രൂസേഡുകൾ നടക്കുവാൻ, അനേക ലീഡർഷിപ്പ് സെമിനാറുകളെ നടത്തുവാൻ, അനേകർക്ക് ദൈവം പകർന്നിരിക്കുന്ന ദൈവിക നിയോഗങ്ങളും ദൈവത്തിന്റെ എരിവും വെളിപ്പാടുകളും അഭിഷേകവും. ഹല്ലേലൂയ. കഴിഞ്ഞ നമ്മുടെ ഓഗസ്റ്റ് 15 തീയതി ഒരു കുടുംബം കൊച്ചിയിൽ നിന്ന്, സാധ്യതകൾ വളരെ കുറവാണ്, ഒരു അമ്മച്ചിയുടെ മോന് 2 മക്കളും കൂടെ കുറച്ചു കാലമായി എങ്ങനെയോ നമ്മളെ അറിഞ്ഞു. ഭാരതി അമ്മ മുഖാന്തരം അറിഞ്ഞു, ഇവിടെ വരാൻ തുടങ്ങി. വരുമ്പോൾ ഓരോ സമയം അവർക്കില്ല. അവര് മുളന്തുരുത്തിയിൽ ട്രെയിൻ പിടിച്ച് രാവിലെ ഇവിടെ 9:30 ആരാധനയ്ക്ക് വരും. ഫാസ്റ്റിംഗ് പ്രയറിന് വരാൻ വേണ്ടിയാ. 6-6:30 ഇവിടെ നീ ചോറുണ്ടോ ഉച്ചയ്ക്ക് ഊണുണ്ടോ എന്ന് അറിയാത്തതുകൊണ്ട് ഹോട്ടലിൽ പോയി കഴിക്കാൻ സാധ്യതകളില്ലാത്തതുകൊണ്ട് പൊതിച്ചോറുമായി ഇവിടെ വന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടെ കഴിച്ച് അവർ മടങ്ങിപ്പോകും. സ്തോത്രം. അവർക്കില്ല, ബുദ്ധിമുട്ടാണ്, എല്ലാം അടഞ്ഞു കിടക്കുക. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണമേ. അത് കഴിഞ്ഞ് സ്തോത്രം അവിടെ ഇല്ലായ്മയിൽ നിന്ന് ഒരു 500 രൂപ നോട്ട് എടുത്ത് എന്റെ കയ്യിൽ തരിക. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങളുടെ അവസ്ഥ പാസ്റ്ററിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പാസ്റ്ററെ കർത്താവ് ബ്ലസ് ചെയ്തിട്ടുണ്ട്. ഇല്ല പാസ്റ്ററെ, ഇത് ഞാൻ വിതയ്ക്കുന്ന വിത്താണ്. ഹല്ലേലൂയ. ദൈവസഭയിലും ഹല്ലേലൂയ താങ്കൾ ഒരു ദൈവദാസനാണ് ഞാൻ തിരിച്ചറിയുന്നതുകൊണ്ട് താങ്കളുടെ ജീവിതത്തിലേക്ക് ഞാൻ വിതയ്ക്കുന്ന ഒരു വിത്താണ്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം വിതച്ചു, അതുകൊണ്ട് നിർത്തുമെന്ന് ഞാൻ വിചാരിച്ചു. അടുത്ത പ്രാവശ്യം വന്നപ്പോഴും പാസ്റ്റർ പ്രാർത്ഥിച്ചു. അടഞ്ഞു കിടന്ന സാധ്യതകളെല്ലാം തുറന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വേണ്ട. വീണ്ടും പോക്കറ്റിൽ നിന്ന് വീണ്ടും ഒരു 500 രൂപ എടുത്ത് എന്റെ കയ്യിൽ പിടിപ്പിക്കും. ഞാൻ പറഞ്ഞു വേണ്ട, ഇല്ല പാസ്റ്ററെ, ദൈവം എനിക്കൊരു നന്മ തന്നു. താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിന്റെ മധ്യത്തിൽ ദൈവം എനിക്ക് വേണ്ടി വഴികൾ തുറന്നു. ഞങ്ങളുടെ അവസ്ഥകളിൽ കർത്താവ് ഒരു വ്യത്യാസം കൊണ്ടുവന്നു. എന്തോ സ്തോത്രം. ഹല്ലേലൂയ. താൻ തന്ന 500 രൂപയല്ല, താൻ കാണിച്ച തന്റെ ഹൃദയത്തിൽ, തന്റെ ഇല്ലായ്മയിലും ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി കൊടുക്കണമെന്ന് ദൈവത്തിന്റെ തത്വങ്ങളെ, പ്രമാണങ്ങളെ പഠിച്ചെടുത്ത ഒരു വ്യക്തി, ഒരു കുടുംബം. ഹല്ലേലൂയ. വില കൊടുക്കുവാൻ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ലൈവിൽ താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ I will bless you. ദൈവരാജ്യത്തിൽ അങ്ങനെയുള്ളവരെ ഉള്ളപ്പോൾ കൊടുക്കാമെന്നല്ല, ഇല്ലായ്മയുടെ മധ്യത്തിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുത്താൽ, ദൈവദാസന്മാർക്കും ശുശ്രൂഷമാർക്കും വേണ്ടി കൊടുത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതിന് വള്ളി പുള്ളി മാറ്റമില്ല. ഹല്ലേലൂയ. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിന്റെ ആത്മാർത്ഥതയെ, നിങ്ങൾ ഇല്ലായ്മയിൽ കൊടുത്തതുകൊണ്ട് തന്നെ നിങ്ങളെ കർത്താവ് മാനിച്ചുയർത്തും. നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കും. കർത്താവ് പാസ്റ്റർജിത്തിന്റെ ക്രൂസൈഡുകളെ ഫണ്ട് ചെയ്യുവാൻ കർത്താവ് നിങ്ങളുടെ കയ്യിൽ പൈസ തരും. നിങ്ങൾ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് പൈസ തരും. പാസ്റ്ററെ പോയി നടത്തുക. പാസ്റ്ററുടെ ഹൃദയത്തിൽ ഉള്ള ആ ദർശനത്തെ, ആ നിയോഗത്തെ, ആ വിളിയെ ചെയ്യുവാൻ something is on in this place. ആ കരമുയർത്തി എത്ര പേരൊന്ന് വിശ്വസിക്കും? എത്ര പേരൊന്ന് വിശ്വസിക്കും? എത്ര പേരൊന്ന് വിശ്വസിക്കും? ഇന്ന് പകൽക്കാലം അഭിഷേകം മുഖങ്ങളെ തകർക്കാൻ പോകുകയല്ല. ഇന്ന് ഞാൻ പ്രവചിച്ച് പറയുന്നു, നിങ്ങൾ ഈ ആരാധന കഴിഞ്ഞു പോയി നിങ്ങളുടെ ശരീരം ഒന്ന് ചെക്ക് ചെയ്യണം. ആ മുഴകൾ അപ്രത്യക്ഷമായിരിക്കും. അർത്രൈറ്റിസിന്റെ ആ മുഖം തകർന്നിരിക്കും. ആ കെട്ടഴിഞ്ഞിരിക്കും. സാധ്യതകളില്ലാത്തടത്ത് പെട്ടെന്ന് ഓ യെസ്. ഓൺലൈനിൽ കാണുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോടും പ്രവചിച്ചു പറയുന്നു, come on, check it out, check it out. The miracle is not going to happen. The miracle has happened. അത്ഭുതം നടന്നിരിക്കുന്നു. ഒരു അത്ഭുതം നടന്നുവെങ്കിൽ അതിന് സാക്ഷ്യമായി നിങ്ങൾ വന്ന് പാസ്റ്ററെ അറിയിക്കുക. ആമേൻ. ആ കരങ്ങൾ അടിച്ച് കർത്താവിന്റെ നാമത്തിൽ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്നത്തെ മെസ്സേജിന്റെ തലക്കെട്ട് പരിശുദ്ധാത്മാവിൽ നടക്കുക. വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ആമേൻ. ഹല്ലേലൂയ. ഗലാത്യരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വാക്ക് ഇൻ ദ സ്പിരിറ്റ്. നിങ്ങൾ ആത്മാവിൽ നടക്കുക. ഹല്ലേലൂയ എന്നൊരു തലക്കെട്ടാണ്. നിങ്ങൾ ആത്മാവിൽ നടക്കുവാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ജയത്തിൽ നടക്കും. You will walk in victory. You will walk in power. You will walk in triumph. If you walk in the Holy Ghost, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നടന്നാൽ, praise God. നമുക്ക് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. The book of Galatians chapter 5 verse 16 and 17. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. എന്ന് ഞാൻ പൗലോസായ ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിന് വിരോധമായി. ആത്മാഭിലാഷം ജഡത്തിന് വിരോധമായി. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം, നിങ്ങൾ ഇച്ഛിക്കുന്നത് നല്ലത് ഇച്ഛിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വിധികളും കൽപ്പനകളും അനുസരിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ബോധ്യം നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യുവാൻ ചെയ്യാതെ വണ്ണം അവർ തമ്മിൽ പ്രതികൂലമല്ലോ. ഹല്ലേലൂയ. അത് ചെയ്യാതിരിക്കുവാൻ അവർ തമ്മിൽ, സ്തോത്രം, നിങ്ങളുടെ ഉള്ളിലുള്ള ജഡവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഒരു യുദ്ധം. There is an inner war. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ യുദ്ധം നടക്കുന്നു. There is an inner battle. There is an inner war that's happening. And we must win the war.
നമ്മുടെ അകത്ത് നടക്കുന്ന ആ യുദ്ധത്തെ പൗലോസ് പറയുക, നിങ്ങൾ അതിനെ ജയിക്കണം. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾക്ക് ആ യുദ്ധം ജയിക്കാം. ആത്മാഭിലാഷം, ആത്മാവിന്റെ ഇച്ഛകൾ, ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ ജഡത്തിന്റെ അഭിലാഷങ്ങളെ പൂർത്തീകരിക്കാതെ, അത് നിവർത്തിക്കാതെ, അത് മരണമായി, അത് പാപത്തിന്റെ ആസക്തികളിൽ ബന്ധനങ്ങളെ കൊണ്ടുവരുന്ന പൈശാചിക നുഖത്തിന്റെ കീഴിലാകാതെ നിങ്ങൾക്ക് ആത്മാവിന്റെ ജീവനിലേക്ക് ഒരു കഴുകൻ പറന്നുയരുന്നത് പോലെ ജയത്തിൽ നിന്ന് വലിയ ജയത്തിലേക്ക് നിങ്ങൾക്ക് പറന്നുയരുവാൻ കഴിയും. ആമേൻ. വീണ്ടും ജനിച്ചിരിക്കുന്ന ദൈവ മക്കളുടെ ഉള്ളിൽ ഒരു യുദ്ധമുണ്ടെന്ന് ദൈവത്തിൽ വചനം പറയുക. There is an inner war and we must win that war. We must conquer that war. അതിനെ നാം ജയിക്കണം. നാം ജയിച്ചാൽ നാം ദൈവമക്കളാണ്. നാം പക്വത പ്രാപിച്ച ശിശുക്കളെ പോലെ ജഡാഭിലാഷങ്ങളുടെയും പൈശാചിക നുഖത്തിന്റെ കീഴിലും പൈശാചിക സമ്മർദ്ദങ്ങളുടെ കീഴിലും ജീവിക്കുന്ന ഒരു ശിശുവിനെ പോലെയല്ല, നാം പക്വത പ്രാപിച്ച ഒരു ദൈവപുത്രനെ പോലെ നാം ഭൂമിയിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. പാസ്റ്റർച്ചിന്റെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക നിയോഗമുണ്ട്. ഹല്ലേലൂയ. And that's to teach God's people to live in a life of victory. എന്റെ ജീവിതം ഞാൻ പരാജയം നന്നായി അറിഞ്ഞ് അനുഭവിച്ച് അതിന്റെ മധ്യത്തിലൂടെ ഉയർന്നു വന്നൊരു വ്യക്തിയാണ്. അനേകർ താങ്ങാനും പിടിക്കാനും ഉയർത്താനും ഇല്ലാത്തതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തെ പ്രകാശിപ്പിച്ച് ദൈവത്തിന്റെ സ്കൂളുകളിൽ, പരിശുദ്ധാത്മാവിന്റെ സ്കൂളുകളിലൂടെ കയറിയിറങ്ങി ദൈവം പണിതെടുത്ത് പരിശീലിപ്പിച്ച ഒരു വ്യക്തിയാണ്. അതിനുവേണ്ടി ദൈവം അനേകരെ ദൈവം ഉപയോഗിച്ചു. അവർക്കായിട്ടൊക്കെ ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. പാസ്റ്റേഴ്സിനായി, എന്റെ മേൽ ദൈവമാക്കി വെച്ച എല്ലാ ഗുരുക്കൾക്കായിട്ടും, എന്റെ ആത്മപിതാവിനായിട്ടും, ആത്മാവിലുള്ള എന്റെ ജ്യേഷ്ഠന്മാർക്കായിട്ടൊക്കെ ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. ആമേൻ. പക്ഷെ എന്റെ പണിപ്പുര, ദൈവത്തിന്റെ പണിപ്പുരയിൽ എന്നെ നന്നായി ഒരുക്കിയെടുക്കുവാൻ, പണിതെടുക്കുവാൻ ദൈവം ഒത്തിരി സമയമെടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ഇത് പറയുന്നത് കേട്ട് പറയുന്ന ഒരു മെസ്സേജ് അല്ല, പഠിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു മെസ്സേജ് അല്ല. ഇത് ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാപിച്ച ഒരു ദൈവിക നിയോഗമാണ്. ആമേൻ. I'm tired of believers walking in defeat and failure. പൂച്ചകളെ പോലെ എപ്പോഴും കഴിയുന്ന സാഹചര്യങ്ങളുടെ കീഴിലായിരിക്കുന്ന, ഒന്ന് ആർക്കുവാൻ കഴിയാതെ, ഒന്ന് കൈയടിക്കുവാൻ കഴിയാതെ, ഒന്ന് നൃത്തം ചെയ്യുവാൻ കഴിയാതെ, പ്രതിസന്ധികളുടെ മീതെ, കൊടുങ്കാറ്റുകളുടെ മീതെ പറന്നു ഉയരുന്ന കഴുകനെ പോലെ, ഒരു സിംഹത്തെ പോലെ ആക്കി തീർക്കുവാനുള്ള ഒരു ദൈവിക നിയോഗമാണ്. ഓഗസ്റ്റ് മാസം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒരു മാസം, സ്വാതന്ത്ര്യത്തിന്റെ ഗ്രേറ്റ് ഫ്രീഡം. ഇന്ന് പകൽക്കാലം എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ, ഡിപ്പാർട്ട്മെന്റുകളിൽ, നിങ്ങളുടെ ആത്മാവിലായിരിക്കാം, ദേഹിയിലായിരിക്കാം, ദേഹത്തിലായിരിക്കാം, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എവിടെയെങ്കിലും ദൈവത്തിന്റെ ഹിതമല്ലാതെ പൈശാചികൻ വാഴുന്നുണ്ടെങ്കിൽ അത് താഴെ വരണം. ആ നുകം തകരണം. നുകം തകരണമെന്ന് മാത്രമല്ല, നുകങ്ങളെ തകർക്കുന്ന ഒരു വ്യക്തിയാക്കി നിങ്ങളെ പുറത്തെടുക്കുവാനാണ് ഈ ദൈവസഭയിൽ ഈ ദൈവത്തിന്റെ വചനത്തെ പഠിപ്പിക്കുകയും അത് ആവർത്തിക്കുകയും അത് പ്രബോധിപ്പിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇട്ടുതരികയും അത് സ്തോത്രം ഒരു പകർച്ചയായി ഒരു ആത്മാഭിഷേകത്തിന്റെ കൈമാറ്റം നിങ്ങൾക്ക് തരുന്നത്. That you will not just go around and കർത്താവേ ഒന്ന് അനുഗ്രഹിക്കണം. എന്റെ മുഖത്തിന്റെ ഈ കെട്ടുമാറ അതെല്ലാം അതിന്റെ ഭാഗമാണെങ്കിലും you will be a yoke destroyer. എത്ര പേര് പകൽക്കാലം ആഗ്രഹിക്കുന്നു, അതെ എന്റെ ജീവിതത്തിലെ നുകം തകരുക എന്ന് മാത്രമല്ല, നുകങ്ങളെ തകർക്കുന്ന, ബന്ധനങ്ങളെ അഴിക്കുന്ന, പിശാച് എവിടെയൊക്കെ വാഴുന്നു അവന്റെ തലയെ തകർക്കുന്ന ഒരു ദൈവത്തിന്റെ പുത്രനാകണം എന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ സീറ്റിൽ നിന്നൊന്ന് ചാടി നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് പ്രഖ്യാപിക്കണമേ. നമ്മൾ ഒത്തിരി ഇരുന്നു. ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ദൈവം നമ്മുടെ മേൽ അസാധാരണമായ ഒരു അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഹോശേയ പ്രവാചക പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, The book of Hosea chapter 4 and verse 6, My people perish. എന്റെ ജനം നശിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവവചനത്തിന്റെ പരിജ്ഞാനം വാഴുവാൻ വിളിച്ചിരിക്കുന്ന, കർത്തൃത്വം നടത്തുവാൻ വിളിച്ചിരിക്കുന്ന നമ്മൾ ഇന്നും അടിമകളെ പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ something is wrong. Amen. So we are in the journey from slavery to mastery. Amen. എന്തോ പാസ്റ്റർമേൽ ദൈവത്തിന്റെ ഒരു അസാധാരണമായ നിയോഗം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഒത്തിരി തിരക്കിലാണ്. പല കാര്യങ്ങൾ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, പല കാര്യങ്ങൾക്ക് വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ മൈൻഡ് എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ആത്മാവിൽ there is something that's burning. I'm sick and tired of being defeated. No. അത് ദൈവസഭയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ അനുവാദമില്ല. വാഴുവാൻ പറഞ്ഞെടുത്ത് അടിമകളായി അടിമപ്പെട്ട് അതിന്റെ കീഴെയായിരിക്കുന്ന No, I come against you, Satan. I come against you, every foul principality. And we break that wicked yoke.
നീ എത്ര പരിമിതികൾ ഇട്ടാലും അതിനെ ഭേദിച്ച് പുറത്തു വരുന്ന ഒരു ശക്തിയാണ് എന്റെ ഉള്ളിൽ. ഹല്ലേലൂയ. അതിനെയാണ് പുനരുത്ഥാന ശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നീ ഇട്ടോ, നീ എത്ര വേണമെങ്കിലും എന്റെ മേലിട്ടോ, പക്ഷെ ഞാൻ അതിനെ പൊട്ടിക്കും, ഞാൻ അതിനെ പൊട്ടിക്കും, ഞാൻ അതിനെ കീഴടക്കും, ഞാൻ അതിന്റെ മേൽ വാഴും, ഞാൻ അതിനെ ഓവർകം ചെയ്യും. ഞാനൊരു ജയാളിയ. നിനക്കറിയത്തില്ലേ? ആ കരങ്ങളെ അടിച്ച് നമുക്ക് ഒന്ന് ഏറ്റെടുക്കാം. ഓ യെസ്, പാപത്തിന്റെ മേൽ വാഴുവാൻ. If you will walk in the spirit, നിങ്ങൾ ആത്മാവിൽ നടക്കുവാൻ തുടങ്ങിയാൽ, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് പാപത്തിന്റെ എല്ലാ സ്വഭാവത്തിന്റെ മേലും. ഏറ്റവും വലിയ സ്വഭാവം എന്താ? പാപത്തിന്റെ ആദ്യ സ്വഭാവം എങ്ങനെയാണ് ഇല്ലേ? ഡോക്ടർമാരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ എന്ത് ചെയ്യും? സ്പോട്ട് ഡയഗ്നോസിസ് ചെയ്യും. ഒരു വ്യക്തി കയറി വരുമ്പോഴത്തേക്ക് അവരെ പരിശോധിക്കുന്നതിന് മുമ്പേ ഒരു ട്രെയിൻഡ് സർജൻ, ഒരു ട്രെയിൻഡ് ഫിസിഷ്യൻ, ഒരു ട്രെയിൻഡ് ഓർത്തോപെഡീഷ്യൻ അവരുടെ നടപ്പ്, അവരുടെ നിൽപ്പ്, യു മേക്ക് എ സ്പോട്ട് ഡയഗ്നോസിസ്. നമ്മുടെ മനസ്സിൽ തന്നെ എന്താ ആ സിംറ്റം കൊണ്ട് തന്നെ ഇന്നാണ് എല്ലാത്തിനും CTയും USTയും. പണ്ട് കാലങ്ങളിൽ നമുക്ക് ഇത്രയൊന്നും ഇല്ലാത്ത സമയത്തും മെഡിക്കൽ സയൻസ് പ്രവർത്തിച്ചു. Because physicians and doctors were trained to pick up അവരുടെ കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതും through their skill and through experience, through spending time with the patients. രോഗികളോടും രോഗവിവരങ്ങളൊക്കെ അത് വീണ്ടും കണ്ടു, വീണ്ടും നോക്കി, വീണ്ടും. പാപത്തിന്റെ സ്പോട്ട് ഡയഗ്നോസിസ് എന്താണ്? ജഡത്തിന്റെ സ്പോട്ട് ഡയഗ്നോസിസ് എന്താണ്? അനുസരണക്കേട്. ആദാം പാപം ചെയ്തു എന്നുകൊണ്ട് നാം പറയുന്നു. ദൈവകൽപ്പനെ, ദൈവത്തിന്റെ വിധികളെ, ദൈവത്തിന്റെ ഹല്ലേലൂയ. അവൾ പുറത്ത് നമുക്ക് ജയിക്കുന്നതിന് മുമ്പേ, നാം രോഗത്തിന്റെ മേൽ ഒരു ജയാളിയാകുന്നതിന് മുമ്പേ, സാമ്പത്തിക ആ നിലവാരങ്ങളുടെ മേൽ, ദാരിദ്ര്യത്തിന്റെ മേൽ നാം ഒരു ജയാളിയായി അവിടെ ആ നുകം തകർക്കുന്നതിന് മുമ്പേ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന പാപ സ്വഭാവത്തിന്റെ എല്ലാ നുകങ്ങളെയും സ്വഭാവങ്ങളെയും, every disobedience is sin, every rebellion is sin. മറുതലിപ്പ്, അഹങ്കാരം, കോപം, every fleshly thing. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 തൊട്ട് 22-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധ. ജഡത്തിന്റെ അഭിലാഷങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും. There is an inner war, a conflict going on. There is a struggle going on. രണ്ട് ഇൻകോമ്പാറ്റിബിൾ ഫോഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന പോലെ നമ്മുടെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുകയാണ്. ഭൂരിഭാഗം വിശ്വാസികളും എന്താ? ജഡാഭിലാഷങ്ങൾക്കും പാപത്തിനും വിധേയപ്പെടുകയാണ്. നമുക്ക് ഇന്ദ്രിയ ജയം, നമ്മുടെ വികാരങ്ങളുടെ മേലുള്ള ജയം, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളോട് ഒരു വ്യക്തി ഇടപെടുമ്പോൾ നിസ്വാർത്ഥമായി നമുക്ക് സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, അത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. ലവ്, ജോയ്, പീസ്, സ്നേഹം, സന്തോഷം. ചെറിയ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് നമ്മൾ വിഷമിക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ സന്തോഷം പോയാൽ, നമ്മുടെ ആർത്ത് പോയാൽ, നമ്മുടെ സ്തുതി പോയാൽ, that means the flesh has won. നമ്മളെ ആരെങ്കിലും വഞ്ചിച്ചു, കബളിപ്പിച്ചു, നമ്മുടെ ജീവിതത്തിനെ നോക്കി പരിദൂഷണം പറഞ്ഞു, മനുഷ്യരല്ല, മനുഷ്യരെ അങ്ങ് മാറ്റിയേക്കാം. നമ്മുടെ പോരാട്ടം മനുഷ്യരോടല്ല, ജഡരക്തങ്ങളല്ല, വാഴ്ചകളോടും അധികാരികളോടും. പാസ്റ്റർ ഒരു പാസ്റ്ററായി പുറത്തു വരണമെങ്കിൽ ഈ മൈക്കെടുത്ത് പിടിക്കുന്നതുകൊണ്ട് നാം പാസ്റ്റർ ആകുകയില്ല. അല്ല, ഇറ്റ്സ് എ പ്രോസസ്, എ ജേർണി. എത്ര വലിയ ഒരു ഉത്തരവാദിത്തമാണ് പരിശുദ്ധാത്മാവ് ദൈവം ഏൽപ്പിക്കുന്ന അത്ര മാത്രം പ്രസംഗിക്കാൻ ആർക്കും കഴിയാം, പാടാൻ ആർക്കും കഴിയാം, പ്രവചിക്കാൻ ആർക്കും കഴിയും. പക്ഷെ ഒരു ദൈവ ശുശ്രൂഷകൻ പുറത്തു വരുന്നത് ഒരു പ്രസംഗം പ്രസംഗിച്ചതുകൊണ്ടല്ല, ഒരു പാട്ട് നല്ല രീതിയിൽ പാടിയതുകൊണ്ടല്ല, ഒരു ആരാധന ലീഡ് ചെയ്തുകൊണ്ടല്ല, ഒരു നല്ലോണം പ്രവചിച്ചതുകൊണ്ടല്ല, രണ്ട് ഭൂതങ്ങൾ പുറത്തു പോയതുകൊണ്ടല്ല. നോ 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 നോ, ഡോണ്ട് മിസ്റ്റേക്ക് ദാറ്റ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറഞ്ഞത്, പെട്ടെന്ന് ആരെയും ശുശ്രൂഷ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരരുത്. പാസ്റ്ററിന് ഭയങ്കര ആഗ്രഹമാണ് യവനക്കാരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അവർക്ക് മൈക്ക് കൊടുക്കുക, അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ. സ്തോത്രം. അങ്ങനെ പാസ്റ്റർ എന്ത് ചെയ്തു? ഒത്തിരി ആൾക്കാരെ പുറത്തെടുക്കുവാനുള്ള വെത്തപ്പാടിലാണ്. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്നവർ തിരിച്ചറിയുക, there is a price to pay, there is a process to go. അതിനൊരു വഴിയുണ്ട്, അതിനൊരു വിലയുണ്ട്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ പാപത്തിന്റെ ആസക്തികൾ, we must win that war. ആ നുകത്തെ നമ്മുടെ ഉള്ളിൽ നാം തകർക്കണം. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കും? ഈ ദിവസങ്ങളിൽ സ്തോത്രം, മൂർച്ചേറിയ ആയുധങ്ങളായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ ആ യുദ്ധം നിങ്ങൾ ജയിക്കണം. നിങ്ങളുടെ കാമത്തെ നിങ്ങൾ പിടിച്ചടക്കണം. ജഡാഭിലാഷങ്ങളിൽ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത്, പൗലോസ് പറയുന്നത്, അന്നും പ്രബലപ്പെട്ടതും ഈ നൂറ്റാണ്ടിലും ഏറ്റവും വലുതായി പിശാച് ഉപയോഗിക്കുന്ന ഒരു പാപവും, അത് നിമിത്തം നമ്മുടെ ജഡത്തെ പിടിച്ചടക്കുവാൻ നോക്കുന്ന ഒരു പാപ പ്രവണതയാണ് ലൈംഗികമായ പാവങ്ങൾ, സെക്ഷൽ സിൻസ്. ഞാനൊരു പുകവര അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ലൈംഗികമായ കാമങ്ങൾ, ദുർമോഹങ്ങൾ, വ്യഭിചാര ചിന്തകൾ, പോർണോഗ്രഫി. ഇന്ന് ഭൂരിഭാഗം യൗവനക്കാരും, ഇന്ന് വേണ്ട മനുഷ്യരാശി, നേരത്തെ കുറച്ച് യൗവനക്കാരി, യൂത്തുകൾ അല്ലേ, ഇന്ന് പുരുഷന്മാർക്കായിരുന്നു വിഷയം, ഇന്ന് പുരുഷന്മാർക്കല്ല. നിരന്തരമായി നാം കേൾക്കുന്നതും കൗൺസിലിംഗിൽ വരുന്നതും ആ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പൈശാചിക അടിമത്വം ഒരു തലമുറയെ പിടിച്ചടക്കിയിരിക്കുക.
Today we are coming against your foul spirit that causes people to be enslaved. അടിമത്തത്തിലാക്കുന്ന അത് എന്ത് തരം അടിമത്തമാണെങ്കിലും അതിനെ പൊട്ടിക്കുവാൻ, തകർക്കുവാൻ, അതിനുമേൽ ഒരു ജയാളിയാകുവാൻ. So that's the assignment, to lead people to enjoy a life of victory in Christ Jesus. ജയകരമായ ഒരു ജീവിതം. പാപത്തിന്റെ മീതെ, പാപത്തിന്റെ ആസക്തികളുടെ മീതെ, പാപ സ്വഭാവങ്ങളുടെ മേലെ, അനുസരണക്കേടിന്റെ മീതെ, വെറുപ്പിന്റെ മീതെ, ക്ഷമിക്കുവാൻ കഴിയാത്ത കയ്പിന്റെ മീതെ, ദൂഷണം പറയുന്ന, കള്ളം പറയുന്ന ദുർചിന്തകളുടെ മേലെ, എല്ലാം മറുതലിപ്പിന്റെ മീതെ വാഴുന്നൊരു വ്യക്തിയായി നീ എന്നോട് എത്ര മോശമായി പെരുമാറിയാലും നിന്റെ മുഖത്ത് നോക്കി നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായി, നിന്നെ അടിച്ചാലും തിരിച്ച് അവർക്ക് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയായി, നീ എന്നോട് മോശമായി പെരുമാറിയാൽ അതിനെക്കാട്ടി മോശമായി പെരുമാറുവാനല്ല യേശു നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെ നടക്കുവാൻ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുക. നീ എന്നെ എത്ര അടിച്ചാലും, നീ എന്നെ എത്ര വഞ്ചിച്ചാലും, നീ എന്റെ എതിരെ നീ എത്ര പ്രവർത്തിച്ചാലും, നിന്നെ വീണ്ടും കെട്ടിപ്പിടിക്കുവാൻ, നിനക്ക് വീണ്ടും ഉമ്മ തരുവാൻ, നിന്നെ വീണ്ടും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു ഹൃദയമാണ് ദൈവത്തിന്റെ ഹൃദയം. ഓ യെസ്, അങ്ങനെ ഒരു വിശുദ്ധ സഭയായി പാപത്തിന്റെയും പാപ സ്വഭാവത്തിന്റെയും പാപത്തിന്റെ ആസക്തികളുടെ മേൽ വാഴുന്ന ഒരു സഭയായി. നിന്റെ വാക്കിന്റെ മേൽ നിനക്ക് നിയന്ത്രണമുണ്ടോ? ഇറ്റ്സ് എ സിൻ. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ എല്ലാത്തിലും തെറ്റിയാലും, വാക്കുകൾ തെറ്റിയാൽ, എന്താ വചനം പറയുന്ന യാക്കോബിന്റെ ലേഖനത്തിൽ, എന്റെ നാക്ക് തെറ്റിയാൽ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുവാനല്ല, എന്റെ നാവിൽ നിന്ന് ഞാൻ പറയുവാൻ പാടില്ലാത്തൊരു വാക്ക് വന്നാൽ ഞാൻ ഉത്തരവാദിത്വം എടുക്കുമോ? എന്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കാത്ത ഒരു പാപത്തിന്റെ ഞാൻ ഉത്തരവാദിത്വം എടുക്കുമോ? വേണ്ട. ആ കോപത്തെ ഞാൻ പിടിച്ചെടുക്കും, അഹങ്കാര വർത്താനത്തെ ഞാൻ പിടിച്ചെടുക്കും. നമ്മൾ പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണോ? മോശയെ പോലെ എല്ലാവരെയും കല്ലെറിയവനാണോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്? സ്തോത്രം. അവരുടെ കുറവുകളെ അവർക്ക് സ്നേഹത്തോട് പറഞ്ഞു കൊടുക്കുവാൻ, കരുണയോടും കൃപയോടും അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ, ഹല്ലേലൂയ, പാപിനിയായ വ്യഭിചാരത്തിൽ പിടിച്ച് നമ്മൾ എന്ത് ചെയ്തതിനെ? നമ്മളെല്ലാരും ന്യായം വിധിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമല്ല. ദൈവം ന്യായം വിധിക്കും, ന്യായാധിപതിയാണ്. ന്യായം വിധിച്ച പിശാചിനെ ആ കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അതിന്റെ കൂടെ കുറെ മനുഷ്യരും പോകും. ദൈവം ആഗ്രഹിക്കുന്നുണ്ടല്ല തന്റെ പുത്രനെ ക്രൂശിൽ നമുക്ക് വേണ്ടി തകർത്തത്. അത് ദൈവത്തിന്റെ മനസ്സലിവും ദൈവത്തിന്റെ കരുണയാണ്. Our God delights in mercy more than judgment. Are you judgmental? Are you critical? നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ നന്മ കാണുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ എന്താ കാണുന്നത്? നന്മയാണോ കൂടുതൽ കാണുന്നത്, അതോ തിന്മയാണോ? അപ്പനമ്മമാർക്കും പാസ്റ്റർമാർക്കും ഒക്കെ ഒരു ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് വേറൊരു ദേവദാസന്റെ, ഞാനൊരു ദേവദാസനാ, വേറൊരു ദേവദാസ്, അയ്യോ ആ ദേവദാസൻ അങ്ങനെ ചെയ്തല്ലോ, കേൾക്കണം, മനസ്സിലാക്കണം. പക്ഷെ അവരെ തിരുത്താൻ ദൈവനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്റെ അധികാരപ്പെടുത്തി വന്നു കഴിഞ്ഞാൽ വെള്ളിയുണ്ടി അവരോട് പറയും. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് വന്ന് പറഞ്ഞതുപോലെ, നീയാണ് ആ മനുഷ്യൻ, പാപം ചെയ്ത മനുഷ്യൻ. പക്ഷെ നമ്മെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിധിക്കാതിരിക്കുക, നമ്മൾ കരുണ കാണിക്കുക, സ്നേഹിക്കുക, സ്നേഹത്തിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കും? നിസ്വാർത്ഥമായ ഒരു സ്നേഹം, നിർവ്യാജ്യമായ ഒരു വിശ്വാസം, a genuine faith. അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിന്റെ വിശുദ്ധ മണവാട്ടി സഭയായി, God, I want to win this war. I want to live victoriously over sin. എന്റെ ജഡാഭിലാഷങ്ങളുടെ മേൽ ജയിച്ച് ജീവിക്കുന്ന പാസ്റ്റർ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗമാണ്, ഹല്ലേലൂയ, രോഗത്തിന്റെ നുകങ്ങളെ തകർക്കണം. That's a mandate. മരിച്ചവരെ ഉയർപ്പിക്കണം. Yes. ആമേൻ. ഇല്ലാത്തതിനെ സൃഷ്ടിച്ച് ഉളവാക്കുന്ന ഒരു ദൈവ പ്രവൃത്തിയിലേക്ക് ഒരു പ്രതലം സൃഷ്ടിക്കണം. ഒരു തലമുറയെ പുറത്തെടുക്കണം. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം ജീവിക്കണം, ജീവിക്കണം, ജീവിക്കണം എന്ന് പറയുക മാത്രമല്ല, വിശുദ്ധ ജീവിതം ജീവിച്ച് കാണിക്കണം. I don't want to be just a proclaimer. I want to be a demonstrator. പരിശുദ്ധാത്മാവിനെയും അഭിഷേകത്തെയും ദൈവിക സൗഖ്യത്തെയും അത്ഭുതങ്ങളെയും കുറിച്ചൊക്കെ പാസ്റ്റർ ഒത്തിരി പ്രസംഗിക്കും, ഉണർവുകളെയൊക്കെ. That's my assignment. പക്ഷെ അതിന്റെ അർത്ഥം പാപവും പാപത്തിന്റെ ആസക്തികളും പാപ സ്വഭാവങ്ങളും ജഡാഭിലാഷങ്ങളും, no 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 no, not in my life. അജിത്, നിങ്ങളുടെ കൈയടിയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കൈയടിച്ചാൽ, നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ നിങ്ങൾ മാനിച്ച് നിങ്ങൾ പ്രശംസിച്ചാൽ നിങ്ങൾക്ക് അത് അനുഗ്രഹമാകും. ഒരു അഭിഷിക്തന്റെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, ഒരു നന്മയുണ്ട്, അത് നിങ്ങളിലേക്ക് ഒഴുകും. And I've seen it. പാസ്റ്ററിനെ സ്നേഹിച്ച് മാനിച്ച് ആ നിഷ്കളങ്കമായ ഹൃദയത്തോട് ആരെങ്കിലും പാസ്റ്ററിനോട് കണക്ട് ചെയ്താൽ എന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നത്, എന്നിൽ പകരപ്പെട്ട ദൈവത്തിന്റെ കൃപകൾ അതങ്ങ് ഒഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എന്റെ അപ്പൻ ശുശ്രൂഷിച്ചതുപോലെ എന്റെ മേൽ പകർന്ന ദൈവത്തിന്റെ ദാസന്മാർ അത് എന്നിൽ വന്നു വീണതുപോലെ എന്നിൽ നിന്ന് ഒഴുകി അവരും അതേപോലെ. നിങ്ങൾ നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങൾ പോലാൽ ഈ 11-12 സ്റ്റേറ്റുകളിൽ അവരെല്ലാം അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏത് പാസ്റ്റർ അജിത്താണോ അവരാണോ ചിലപ്പോൾ ആ നിലവാരത്തിൽ
Wow. Hallelujah. Thank you. ആ കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി. പക്ഷെ മനുഷ്യന്റെ ഒരു പ്രീതിയും മനുഷ്യന്റെ ഒരു കൈയടിയും മനുഷ്യന്റെ പുകഴ്ചയല്ല, അന്തരംഗങ്ങളിൽ സത്യം നിശ്ചയിക്കുന്ന ദൈവമേ, അങ്ങനെ കാണുമ്പോൾ, അങ്ങനെ വിലയിരുത്തുമ്പോൾ, പാപത്തിന്റെ ജഡാഭിലാഷങ്ങളിൽ ജീവിച്ച് 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 ദൈവത്തിന്റെ ട്രാക്ക് വിട്ടുപോയാൽ നീ എവിടെ പോകും? ദൈവത്തിന്റെ വചനം പറയുന്നു അത് മരണത്തിലേക്ക് നമ്മളെ നയിക്കും. കരം ഒന്ന് ഉയർത്തി പറയാം. We are going to walk in victory. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അങ്ങനെ ഒരു ദൈവിക വൈരാഗ്യം, ഒരു എരിവ് പരിശുദ്ധാത്മാവ് വീണ്ടും എന്റെ ഉള്ളിൽ കത്തിച്ചു. I'm on fire. I'm on fire. I'm on fire. ഞാൻ പാസ്റ്റർമാരോട് പറയാം, എനിക്ക് ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് എൻ്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന കുറച്ച് അത്യാവശ്യ ഉത്തരവാദിത്തം കഴിഞ്ഞ് I want to take time off. I want to go. I sense the Lord calling me. I must prepare myself for the time is at hand for the next greater dimensions of God's workings and movings. പറയാം, victory over sin. പാപത്തിന്റെ മേൽ, പാപ സ്വഭാവത്തിന്റെ മേൽ, പാപത്തിന്റെ ആസക്തികളുടെ മേൽ എന്റെ ഉള്ളിൽ മർദ്ദലിക്കുന്ന ഒരു സ്വഭാവം വന്നു കഴിഞ്ഞാൽ നിങ്ങളോടൊക്കെ ഞാൻ ഭയങ്കര കരുണയോടെ ഡീൽ ചെയ്യും. പക്ഷെ അജിത്തെ മറ്റുള്ളവരെ കുറച്ച് അല്ലേ വളരെ ജെന്റിലായിട്ട് ഞാൻ എന്നെ വിധിക്കുന്നത് അല്ലേ, അങ്ങനെയല്ലേ പൗലോസ് പറഞ്ഞത്? മറ്റുള്ളവരോടൊക്കെ സുവിശേഷം പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ ശിക്ഷിക്കാതെ ശിക്ഷണത്തിൽ വളർത്താത്ത ഒരു വ്യക്തിയായി തീർന്നാൽ അയ്യോ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആയി പോകും. മറ്റുള്ളവർക്ക് വചനം പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരെ വചനം പഠിപ്പിച്ച് ക്ഷമിക്കുക. ഞാൻ സ്നേഹിക്കാതെ ക്ഷമിക്കാതെ ഇരുന്നാൽ ഇവിടെയുള്ള നിങ്ങൾ എന്നെ ഓൺലൈനിൽ കൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോകുന്ന ആ വിഷയങ്ങളും പ്രശ്നങ്ങളെക്കാളും ഒക്കെ 100 മടങ്ങാണ് ഒരു ശുശ്രൂഷകൻ, ഒരു സഭാ ശുശ്രൂഷകൻ, ഒരു സീനിയർ പാസ്റ്റർ അപ്പോസ്തലൻ പോകുന്നത്, ഒരു അപ്പോസ്തോലിക് ലീഡർ പോകുന്നത്. അതുകൊണ്ട് പാസ്റ്റർ ഹൃദയത്തിൽ ദൈവം ഒത്തിരി കരുണയും ഒത്തിരി സ്നേഹവും അപ്പന്റെ ആ ഹൃദയവും സ്നേഹവും ഇട്ടു വന്നു. അതുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ എന്നെ മുറപ്പെട്ട് സ്തോത്രം, എന്റെ വാക്കുകൾ കത്തിയേക്കാൾ ഷാർപ്പാകുന്ന വാക്കുകൾ, എന്നെ വേദനിപ്പിച്ചതും ഉപദ്രവിച്ചതും മുറിവേൽപ്പിച്ച ആ മുറിവുകൾ അത് കെട്ടാതെ ഞാൻ ഈ മൈക്കെടുത്താൽ ഹല്ലേലൂയ ആമേൻ ഒന്ന് പറഞ്ഞേ, I must win that inner war. ആരൊക്കെ ചതിച്ചാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ എന്നോട് ദൂഷണം പറഞ്ഞാലും, എന്റെ എതിരെ ദൂഷണം പറഞ്ഞാലും, എന്റെ ഉള്ളിൽ ചലിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എന്നെ ക്രിസ്തുവിനെ പോലെ ആക്കും. ഞാൻ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ, എന്റെ മനസ്സിൽ ചിന്തകളിൽ എത്തിയിട്ടില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് വാദിച്ചുകൊണ്ടിരിക്കും, എനിക്കറിയാം നീ അവർക്ക് അവസരം കൊടുത്താൽ അവര് വീണ്ടും ചതിക്കും, അവര് വീണ്ടും കാലുവാരും, അവര് വീണ്ടും അടുത്ത് വന്ന് I'm willing to be cheated more. ഞാൻ തെറ്റുവാണെങ്കിൽ മറ്റേ സൈഡിൽ തെറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ കലഹമാണോ, വഴക്കാണോ? നമ്മുടെ മക്കൾ വളർന്നു വരുന്ന അന്തരീക്ഷം എങ്ങനെയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദങ്ങളാണോ, വഴക്കുകളാണോ? Is that the atmosphere of God's kingdom? അവിടെ സ്നേഹമുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ഫലമുണ്ടോ? സ്നേഹമുണ്ടോ? എന്ത് സ്നേഹം? എന്തെങ്കിലും കിട്ടുമ്പോഴുള്ള സ്നേഹമാണോ? മാനിക്കപ്പെടുമ്പോഴുള്ള സ്നേഹമാണോ? No, it's നിസ്വാർത്ഥമായ സ്നേഹം, കണക്ക് നോക്കാത്ത സ്നേഹം. It's an unconditional love. Agape. The fruit of the spirit is love. എന്റെ ഉള്ളിൽ സന്തോഷം കുറയുമ്പോൾ ഞാൻ എന്നെ മാറ്റി നിർത്തും. അജിത്, there's something wrong with you. എന്റെ പീസ് അല്പം നഷ്ടപ്പെട്ടാൽ അല്ലെ, ഒത്തിരി സമ്മർദ്ദങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നടത്തണം. അവരെ വിളിക്കണം, എങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ ക്രമീകരിക്കണം, ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയോഗം തരും. പക്ഷെ അതിന്റെ മധ്യത്തിൽ എവിടെയെങ്കിലും ആ സമാധാനം എല്ലാം മടക്കി വെക്കും. വീണ്ടും ഒന്നുകിൽ എന്റെ മുട്ടിൽ വരും, അല്ലെങ്കിൽ നിലത്തിലേക്ക് കമന്ന് വീഴും, അല്ലെങ്കിൽ അന്യഭാഷകളിൽ. ഹല്ലേലൂയ. ഇതൊരു മെസ്സേജ് അല്ല പ്രിയപ്പെട്ടവരെ. This is not a message, this is life. ഈ ദൈവസഭയിലായിരിക്കുന്ന എല്ലാ മക്കളും അങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. മുറുമുറുക്കുന്ന, മറ്റുള്ളവരെ കുറിച്ച് സ്തോത്ര ദൂഷ്യം സംസാരിക്കുന്ന, നിങ്ങളെ കണ്ടാൽ ക്രിസ്തു നിങ്ങളിൽ. ഒരു ഭാര്യയും ഭർത്താവിന്റെ ഇടയ്ക്ക് വിഷയങ്ങൾ വന്ന, പ്രശ്നങ്ങൾ വന്നാൽ അകന്നിരിക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല, എങ്ങനെയെങ്കിലും ഒരു കോംപ്രമൈസിൽ, എങ്ങനെയെങ്കിലും ഒരുമിച്ച് വീട്ടിൽ സംസാരിക്കുന്നില്ല, കഴിക്കുന്നില്ല, രണ്ടുപേരും രണ്ട് മുറിയില്ല. ഇറ്റ് ബ്രേക്സ് മൈ ഹാർട്ട്. ഒന്ന് ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഒന്ന് താഴുവാൻ കഴിയുന്നെങ്കിൽ, ഹല്ലേലൂയ, കാര്യം ഒന്ന് ഉയർത്തി പറയാം. എന്റെ ഭർത്താവ് മാറിയില്ലേലും, എന്റെ ഭാര്യ മാറിയില്ലേലും ഞാൻ മാറും. അവൾ എന്നെ ആദരിച്ചില്ലേലും ഞാൻ സ്നേഹിക്കും. ജനമെന്നെ മാനിച്ചില്ലെങ്കിലും ഞാൻ അവരെ സേവിക്കും, ശുശ്രൂഷിക്കും. ഞാനൊരു ശുശ്രൂഷകനാ. അവരെന്നെ മാനിച്ചില്ലല്ലോ, അവരെന്നോട് അങ്ങനെ. നിങ്ങൾ മാനിച്ചാലും മാനിച്ചില്ലേലും, നിങ്ങൾ എന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലേലും, അതല്ല എന്റെ നിലവാരം. എന്റെ നിലവാരം ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. പാപത്തിന്റെ മേൽ, പാപ സ്വഭാവങ്ങളുടെ മേൽ, പാപത്തിന്റെ ആസക്തികളുടെ മേൽ വാഴുന്ന ഒരു ദൈവം. ആമേൻ. ഈ ദിവസങ്ങളിൽ പാപത്തിന്റെ മീതെ വാഴുന്ന എന്ന് പറയാം a victorious Christian life. I don't want to be an addicted pastor.
എന്റെ ഭയത്തിനും എന്റെ വികാരങ്ങൾക്കും കാമത്തിനും പൈസയ്ക്കും ആ കരം ഒന്ന് ഉയർത്തി എന്ന് പറയാം ഇന്ന് പകൽക്കാലം. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ മീതെ വാഴുവാൻ കർത്താവല്ലാതെ, പരിശുദ്ധാത്മാവല്ലാതെ ഒരു പാപ സ്വഭാവത്തിനും, ഒരു അനുസരണക്കേടിനും, ഒരു മർദ്ദലിപ്പിനും, ഒരു അഹങ്കാര ചിന്തകൾക്കും, വർത്താനത്തിനും, ഒരു കയ്പിനും, ഒരു കലഹത്തിന്റെ I take responsibility. ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അപ്പ എന്റെ ഭവനത്തിൽ, എന്റെ കുടുംബത്തിൽ ഞാൻ അന്തരീക്ഷം സൃഷ്ടിക്കും. ഇവിടെ വന്ന് പാടി അലച്ച്, പ്രസംഗിച്ച് അലച്ച്. That's good, that's wonderful. But how is it my personal life? നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയോടും ഭർത്താവിനോടും നിങ്ങളെ കുറിച്ചൊന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്? അവിടെ സമാധാനമുണ്ടോ? അവിടെ സന്തോഷമുണ്ടോ? അവിടെ സ്നേഹമുണ്ടോ? അവിടെ ക്ഷമയുണ്ടോ? അവിടെ കരുണയുണ്ടോ? അതോ ഇങ്ങനെ കോപം ജ്വലിച്ച് വായി തോന്നിയത്, നിങ്ങളുടെ വികാരങ്ങളിൽ പൊങ്ങി വരുന്നത്, ചപ്പലെടുത്തിട്ട് അടിക്കുന്നത്, ബെൽറ്റ് എറിയുന്നത്, അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കാം നാം. പക്ഷെ എന്റെ പകൽക്കാലം നമ്മളൊന്ന് പറയുമല്ലോ, അത് രോഗത്തിന്റെ മേൽ വാഴണം, ക്യാൻസറിന്റെ മീതെ വാഴണം. ആ തലങ്ങളിലേക്കൊക്കെ സീസൺ സെറ്റ് ആകുകയാണ്. എന്തോ സീസണുകൾ സെറ്റ് ആകുക, മരിച്ചവർ ഉയർക്കുന്ന ഡിമെൻഷനൊക്കെ. പക്ഷെ ആദ്യം അടിസ്ഥാനങ്ങളിൽ നമുക്ക് തുടങ്ങാം. ഒത്തിരി ദുരാത്മാക്കളെ പുറത്താക്കി, ഒത്തിരി മനുഷ്യരെ ഉയർപ്പിച്ച് നമ്മുടെ മോഹത്തെ നമുക്ക് പിടിച്ചടക്കുവാൻ, അഹങ്കാരത്തെ പിടിച്ചടക്കുവാൻ, ദുർവർത്തമാനങ്ങളെ പിടിച്ചടക്കുവാൻ, മറ്റുള്ളവരെ വിധിക്കുന്ന അത് പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ 1 കൊരിന്ത്യർ 13-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ ആ കാര്യം ഒന്ന് ഉയർത്തിപ്പിടിച്ചതെന്ന് പറയാം. പാപത്തിന്റെ മേൽ, പാപത്തിന്റെ സ്വഭാവത്തിന്റെ മേൽ, പാപത്തിന്റെ ആസ. We want to raise up a godly, a holy generation. Hallelujah. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചു. ഞാൻ മനുഷ്യരുടെ അന്യഭാഷയുണ്ട്. പിന്നെ അടുത്ത ഹയർ ലെവലാണ് ദൂതന്മാർ സംസാരിക്കുന്ന ഭാഷകളിൽ. എപ്പോഴും ദൂതന്മാരുടെ കൂടെ ഞാൻ സഞ്ചരിക്കുക. ദൂതന്മാരുടെ കൂടെയാണ് എന്റെ സഞ്ചാരം. ആത്മാവിൽ എടുക്കപ്പെടുന്നു. Praise God. അതെ, ദൈവസഭയിൽ, ദൈവരാജ്യത്തിൽ അങ്ങനെയുള്ള തലങ്ങളുണ്ട്. പക്ഷെ പൗലോസ് ആ തലങ്ങളിൽ ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അത് വിവരിക്കുവാൻ എനിക്ക് പറ്റുകയില്ല. ഈ മനുഷ്യൻ പറയുകയാണ്, ഈ അഭിഷിക്തൻ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ മനുഷ്യരുടെ ഭാഷകളിലോ അല്ലെങ്കിൽ അല്ല ദൂതന്മാർ. എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് കവിയുന്ന ഒരു ദൈവസഭയായി നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറകൾ, we will be people who are Christ-like. വിധിക്കപ്പെട്ടപ്പോഴും, വിമർശിക്കപ്പെട്ടപ്പോഴും, തിരസ്കരിക്കപ്പെട്ടപ്പോഴും, കൈവിടപ്പെട്ടപ്പോഴും പിതാവേ ഇവർ ചെയ്തതെന്ന് അറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. Father, forgive. Yes. What a son, what a son, what a son, what a son, what a son. ഇത് പകൽക്കാലം നമ്മളിൽ ഒരു വലിയ പരിവർത്തനം പരിശുദ്ധാത്മ കൊണ്ടുവരിക. ആ പാപ സ്വഭാവത്തിന്റെ ആസക്തികൾ, അതേക്കുറിച്ച് പോർണോഗ്രഫിയുടെ അതെല്ലാം പിന്നാലെ വരും. പക്ഷെ നമ്മളെ അശുദ്ധരാക്കുന്ന ആസക്തികൾ, ആ പാപ സ്വഭാവങ്ങൾ, ജഡ അഭിലാഷങ്ങൾ, ജഡത്തിന്റെ സ്വഭാവങ്ങൾ, ജഡചിന്തകൾ, ജഡത്തിന്റെ നമുക്ക് വായിക്കാം. എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഭയങ്കര വിശ്വാസമാണെന്ന് പാസ്റ്റർജിന്. സ്നേഹമില്ല എങ്കിൽ മലകളെ നീക്കുവാനുള്ള വിശ്വാസം ഉണ്ടെങ്കിലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. ക്രിസ്തു നമ്മളിൽ പ്രതിബിംബിക്കട്ടെ. നാം ക്രിസ്തുവിന്റെ പത്രങ്ങളായി തീരട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു 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 യേശു നമ്മളിൽ വെളിപ്പെടട്ടെ. Let Christ and Christ's character manifest in me. തുറന്നു വായിക്കാം. എനിക്ക് ഉള്ളതെല്ലാം അന്നദാനം ചെയ്താലും, ഞാൻ അന്നദാനം ചെയ്താലും, എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ, എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. ഓ ഹല്ലേലൂയ. എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുക. ഒന്ന് പറയാം, സ്നേഹം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്നോട് കൂടെ പറഞ്ഞേ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം ദയ കാണിക്കുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹം ചീർക്കുന്നില്ല. അയോഗ്യമായി നടക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ദേഷ്യപ്പെടുന്നില്ല. ദോഷം കണക്കിടുന്നില്ല. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു. എല്ലാം വിശ്വസിക്കുന്നു. എല്ലാം പ്രത്യാശിക്കുന്നു. എല്ലാം സഹിക്കുന്നു. സ്നേഹമോ ഒരു നാളും മുതിർന്നു പോകുകയില്ല. സ്നേഹം ഒരു നാളും പരാജയപ്പെടുകയില്ല. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അതേ, പാപത്തിന്റെയും പാപ സ്വഭാവത്തിന്റെയും പാപത്തിന്റെ ആസക്തികളുടെ മേൽ ദൈവത്തിന്റെ മഹത്വവും തേജസ്സും പ്രതിബിംബിക്കുന്ന ക്രിസ്തുവിന്റെ പത്രങ്ങളായ വിശുദ്ധിയുടെ സ്തോത്ര മുകുടങ്ങളായി. Now we will be the crown of Christ like character.
Oh yes. ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവേ. Hallelujah. By calling I am a saint. ഞാനൊരു വിശുദ്ധനാ. ആ വിളിയാലാണ് ദൈവം എന്നെ. God, I surrender. I surrender, Lord. ഞാൻ ഏൽപ്പിച്ചു തരുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയുടെ കൂടെ നടക്കുവാൻ. That I will walk by the Spirit. I will walk in the footsteps of the Holy Spirit. Oh yes. ഞാൻ ഏൽപ്പിക്കുന്നു അപ്പാ. ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അപ്പാ. പാപത്തിന്റെ മീതെ ഒരു കുഞ്ഞാടിന്റെ സ്വഭാവമുള്ളൊരു വ്യക്തിയായി പാപത്തിന്റെ ചെളിയിൽ കിടന്ന് ഉരുളുന്ന ഒരു പന്നിയുടെ സ്വഭാവമല്ല. Not a pig person, but a lamb person. കർത്താവേ, I want to be clean, I want to be pure, I want to live in victory over sin. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹൃദയം ഒന്ന് തുറന്ന് നമുക്കൊന്ന് പറയാം കർത്താവേ. Yes Lord, I'm coming back Lord. I want to live a life of victory. എൻ്റെ ജീവിതത്തിൽ പാപം വാഴരുത്, കോപം വാഴരുത്, അഹങ്കാരം വാഴരുത്, കയ്പ് വാഴരുത്, ജഡികമായ പാപ സ്വഭാവങ്ങൾ എൻ്റെ മേൽ വാഴരുത്. പരിശുദ്ധാത്മാവേ, എന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എന്നെ കട്ട് ചെയ്ത് പഴയ മനുഷ്യന്റെ സ്വാധീനങ്ങളെയും പൈശാചിക ശക്തികളും എന്റെ മേൽ കട്ട് ചെയ്ത് അതിനെ നിർവീര്യമാക്കി ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തോട് എന്നെ കണക്ട് ചെയ്തതിനായി ആ പ്രമാണം, ആ ജീവൻ, ആ പരിശുദ്ധാത്മാവിന്റെ പുനരുത്ഥാന ശക്തി, പുത്രന്റെ ആത്മാവ്, ഓ ഈ അടിമകളെ പോലെ പാപത്തിന് അടിമപ്പെട്ടവരെ പോലെ ജീവിക്കുവാനല്ല, ദൈവത്തിന്റെ നീതിയുടെ അടിമകളായി പുത്രന്മാരായി പുത്രത്വത്തിൽ ജീവിക്കുവാൻ. From slaves to sonship, Lord. കർത്താവേ, ഞങ്ങളെ ഏൽപ്പിക്കും. We want to be more like Jesus. എത്ര പെട്ടെന്ന് കർത്താവേ ഞങ്ങൾ അങ്ങ് ഒഫൻഡഡ് ആകുന്നത്, എത്ര പെട്ടെന്ന് കർത്താവേ ഞങ്ങൾ അങ്ങ് ഹേർട്ടായി പോകുന്നത്, എത്ര പെട്ടെന്ന് കർത്താവേ ഞങ്ങളുടെ സ്വയം പൊങ്ങി വരുന്നത്. Oh God, enable us, Lord. പരിശുദ്ധാത്മാവേ, ഗലാത്യർക്ക് എഴുതിയ 5-ാം വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. നിങ്ങൾ ജഡാഭിലാഷങ്ങൾ, ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു എന്ന് പൗലോസായ ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരല്ല. കീഴിൽ ഉള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിച്ച് അങ്ങനെ തുടർന്ന് ജീവിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല മക്കളെ. പൗലോസ് ഗലാത്യ സഭാമക്കളോട് പറയുകയാണ്, ഒരു സമയത്ത് പഴയ മനുഷ്യന്റെ സ്വഭാവ പ്രകാരം ഈ ലോകത്തിന്റെ ഇഷ്ടം അനുസരിച്ച് പിശാചിന്റെ അടിമത്തത്തിൽ ജീവിച്ചവരാ നാം, ജഡാഭിലാഷങ്ങളിൽ ജീവിച്ചവരാണ്. പക്ഷെ അവിടുന്നാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്, അവിടുന്നാണ് നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത്, നാം ദൈവത്തിന്റെ രക്ഷ സ്വീകരിച്ചത്, അവിടുന്നാണ് നാം രക്ഷിക്കപ്പെട്ടത്. ഓ യെസ്. അപ്പോൾ ഈ നാം ശേഷ മനുഷ്യരെ പോലെ ജഡാഭിലാഷങ്ങൾ ജീവിച്ചാൽ അതിന്റെ അവസാനം മരണമാണ്, നിത്യമരണമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ഉത്തരവാദിത്വം, ഭർത്താവിന് ഭാര്യയ്ക്ക് ഉത്തരവാദിത്വം, മക്കൾക്ക് പരമമാർക്ക് മക്കളുടെ ഉത്തരവാദിത്വം ഒന്നും ഈ നിലവാരത്തിൽ നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരാണ്. അയ്യോ, എന്റെ അപ്പൻ അങ്ങനെ ചെയ്തു, എന്റെ അമ്മ ഇങ്ങനെ ചെയ്തു, മക്കൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ. No, we have to stand before God individually. എന്റെ അപ്പൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു, എന്റെ അമ്മ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. No, എന്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ ചതിച്ചത്. No excuse. നമുക്ക് ആരെയും
പരിചാരുവാൻ, ബ്ലെയിം ചെയ്യുവാൻ, അവര് കാരണമാണ് എന്റെ ജീവിതം. നോ 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 നോ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ രക്ഷ മനസ്സിലാക്കിയവരല്ലേ? നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ലേ? പാപത്തിന്റെയും മരണത്തിന്റെയും ആ നശിച്ച പ്രമാണത്തിൽ നിന്ന്, അടിമയാക്കിയ ആ പ്രമാണത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചതല്ലേ? ഓ, നമുക്ക് ഏൽപ്പിച്ചു നമ്മളെ സമർപ്പിക്കാം ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി. ദൈവത്തിന് പ്രസാദകരമായ ദൈവത്തിന്റെ ഒരു പത്രമായി തീരുവാൻ. To be the spotless bride of Christ. Spotless bride. കറ, ചുളുക്കം, വാട്ടമില്ലാത്ത, കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു മണവാട്ടിയായി. I want to be that. നിങ്ങൾ അങ്ങനെ ഒന്ന് പറയുമോ? I want to be that spotless bride. എന്നെ കാണുമ്പോൾ ഒരു കറ പോലും കാണരുത്, ഒരു ചുളുക്കം കാണരുത്. Oh God, I want to be pure. We want to be a pure generation. We want to be a holy generation. We want to be a generation who lives above sin. പാപം കർത്തൃത്വം നടത്തുന്ന, പാപം വാഴുന്ന ജഡികമായ മനുഷ്യരല്ല. No 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 no, we don't want to live carnal lives. We want to be spiritual men and women. അതുകൊണ്ടല്ലേ പെന്തക്കോസ്തുകാരെയൊക്കെ ജനത്തിന് എത്രയോ വെറുപ്പ്. നമുക്ക് സാക്ഷ്യമില്ലാത്തതിന്റെ കാരണം അങ്ങനെയല്ലേ ജനം പറയുന്നത്? ഇവര് ഭയങ്കര അന്യഭാഷയാ, വായെടുത്ത പുഴുത്ത തെറിയ. ജോലി ചെയ്യാൻ വരുന്ന സ്ഥലങ്ങൾ പെന്തക്കോസ്ത ആരാധന, പ്രാർത്ഥന, ഉപവാസം എപ്പോഴും വേറും കള്ളന്മാര്. ഓ ഗാഡ്, ഞങ്ങൾ ഉത്തരവാദിത്വം മേടിക്കുന്നവർ. We take responsibility. ഹല്ലേലൂയ. ആ നല്ല സാക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിലൂടെ, ഞങ്ങളായിരിക്കുന്ന ദേശങ്ങളിൽ, ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, we want to be Christ ambassadors, not through just our confessions. ഞങ്ങൾ പറയുന്ന ആ വാക്കുകളിലൂടെ മാത്രമല്ല ഞങ്ങളുടെ ജീവിതങ്ങൾ. We will be the light and we will be the salt. Men of integrity, men of holiness, men of character. Yes God, ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, എത്ര പേര് പറയും ഞാൻ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാം. ആ കരങ്ങളൊന്ന് ഉയർത്തി വീണ്ടും ഒന്ന് പറയാം. പരിശുദ്ധാത്മാവേ, അങ്ങേ അനുസരിച്ച്. ഓ, നിങ്ങളിൽ നിന്ന് ആ സ്നേഹം വെളിപ്പെടുമ്പോൾ, വ്യവസ്ഥ കൂടാത്ത അഗാപ്പേ സ്നേഹം വെളിപ്പെടുമ്പോൾ, ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളുടെ മധ്യത്തിലും നമ്മൾ ആ സാക്ഷ്യം കേട്ടില്ലേ? ഡോക്ടർ ആഷ്ലി 39-40 വയസ്സുകാരനായ ഡോക്ടർ ബീഹാറിൽ മിഷൻ പ്രവർത്തനം ചെയ്തു. താൻ മരിച്ചു, ഭാര്യയും 2 ചെറിയ കുഞ്ഞുങ്ങളും. അതിന്റെ മധ്യത്തിൽ ആ മകൾ, ആ ഡോക്ടർ കരഞ്ഞ് വിലപിച്ച് വിഷമിച്ച് വേദനിച്ചില്ല. എന്റെ ഭർത്താവ് വഹിച്ച ആ ദർശനത്തെ, ആ ഹൃദയത്തെ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആ വിഷനെ ഓസ്ട്രേലിയൻ മിഷണറിമാരായ ഗ്രഹാം സ്റ്റെയിൻസും തന്റെ 2 മക്കളെയും ക്രൂരമായ രീതിയിൽ നമ്മുടെ ഭാരതം കൊന്നുകളഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചു പോകാവുന്നത്, കയ്പിനിരയായി പോകാമായിരുന്ന, ഭാരതത്തെ ദുഷിക്കുവാൻ കഴിയുന്ന ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ താൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, I have nothing against these people. എന്റെ ദൈവം ക്ഷമിച്ചതുപോലെ ഞാനും ഇവരെ ക്ഷമിക്കുന്നു. I forgive them. That's a powerful message. നമ്മൾ എത്ര ചെറിയ കാര്യത്തിന് നമ്മൾ ഇടറിപ്പോകുന്നത്, പുറകുറുക്കുന്നത്, നമ്മുടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ. നമുക്ക് ചൂടാണെങ്കിൽ കുഴപ്പം, തണുപ്പാണെങ്കിൽ കുഴപ്പം. Will we be people of gratitude? Will we be people who are always thankful? എപ്പോഴും നന്ദിയുള്ളവരായി. God, we want to raise a godly generation. We want to be men and women like that. അങ്ങനെയുള്ള പുരുഷന്മാരും സ്ത്രീകളും അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ, സത്യസന്ധമായി നിഷ്കളങ്കരായി കുഞ്ഞാടുകളെ പോലെ, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ആയിരിക്കുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അപ്പ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളെ സന്ദർശിച്ചതിനായി, അങ്ങനെ സാന്നിധ്യം ഞങ്ങളെ കയറിപ്പിടിച്ചതിനായി, ഞങ്ങളുടെ പാപങ്ങളെ, പാപ സ്വഭാവങ്ങളെ, കുറവുകളൊക്കെ ബോധ്യപ്പെടുത്തി അതിലൊക്കെ വിഷമിച്ചു പോകുവാനല്ല, നിരുത്സാഹപ്പെട്ടു പോകാനല്ല, പരിശുദ്ധാത്മാവിനാൽ ഒരു ജയകരമായ ജീവിതം ജീവിക്കുവാൻ കഴിയുമെന്ന് നാം പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ലീഡർഷിപ്പിനൊന്ന് കീഴ്പ്പെട്ട്, പരിശുദ്ധാത്മാവേ, നമുക്കറിയാം പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ജീവന്റെയും ആത്മാവിന്റെയും ആ പ്രമാണത്തിലേക്ക് ഞങ്ങൾ അങ്ങ് പ്ലഗ് ചെയ്യുക, ഞങ്ങൾ തിരിച്ചറിയുക. ഈ ഞങ്ങൾ അങ്ങനെ നടക്കും, അങ്ങനെ ജീവിക്കും, അത് ഞങ്ങളുടെ ജീവിത ശൈലിയായി തീരും. ഞങ്ങൾ നന്ദി പറയുന്നു അപ്പ. അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചതിനായി, ഇടപെട്ടതിനായി. ഞങ്ങളുടെ മേൽ വാഴുന്ന എല്ലാ പൈശാചിക നുകളെ തകർക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ നുകം തകർന്നു എന്ന് മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ പിശാചി കൊണ്ടുവന്ന പൈശാചിക നുകളെ തകർക്കുന്നവരായി, that we will be the sons of God who break the yoke of nations. രാജ്യങ്ങളുടെ നുകളെ തകർക്കുന്ന yoke breakers ആയി. ആമീൻ. കരമടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. കർത്താവ് ധാരാളങ്ങളെ ബ്ലെസ് ചെയ്യട്ടെ. പിതാവിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.